മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ കഠിനകുളത്ത് കൊല്ലപ്പെട്ട യുവതിയുടെ സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷം പ്രതി ആതിരയുടെ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇയാൾ ട്രെയിനിൽ രക്ഷപ്പെട്ടെന്നാണ് പോലീസ് നിഗമനം. പെരുമാതുറയിൽ പ്രതി താമസിച്ചിരുന്ന വീട് പോലീസ് കണ്ടെത്തി. ഈ വീട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ വാടകയ്ക്കെടുത്തത്. 4 സംഘമായി തിരിഞ്ഞാണ് അന്വേഷണം. അഭിലാഷ് എസ് ചേരുന്ന വിവരങ്ങളുമായി. അഭിലാഷ്, പ്രതിയെ സംബന്ധിച്ച് അതേത് തരത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് കടക്കുന്നത്? പ്രധാനപ്പെട്ട ഏതെങ്കിലും സൂചനകളിലേക്ക് ഇതുവരെ എത്തിയിട്ടുണ്ടോ പോലീസ്? അപർണ, ആതിരയുടെ കൊലപാതകം കഴിഞ്ഞ ശേഷം ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന സ്കൂട്ടറിലാണ് ഈ പ്രതി രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് ആദ്യമേ പറഞ്ഞിരുന്നത്. അത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഈ സ്കൂട്ടറിലെ പോലീസ് പരിശോധന നടത്തി വരികയാണ്. മാത്രമല്ല, ഇയാൾ താമസിച്ചിരുന്നു ദിവസങ്ങൾ മാത്രമാണെങ്കിലും ഈ പെരുമാതുറയിൽ ഇയാൾ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചിരുന്നു. ആ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. ഈ 4 സംഘങ്ങൾ, ആറ്റിങ്ങൽ DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഡാൻസ് ഓഫ് സംഘം, കഠിനംകുളം ചിറയൻകീഴ് പോലീസുകൾ, ഈ 4 സംഘമായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, ആതിരയുടെ കൊലപാതകം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഭർത്താവ് രതീഷിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞ മൊഴിയിൽ ചില പൊരുത്തക്കേടുകൾ പോലീസിന് തോന്നിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ചെറിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇയാളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാനും തയ്യാറെടുക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ അത്തരം നടപടികളിലേക്ക് കൂടി പോലീസ് പോകും. അതേസമയം തന്നെ ഈ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്ത്, ഈ കൊലപാതകത്തിൽ ആദ്യം പ്രതി എന്ന് പോലീസ് സംശയിക്കുന്ന സുഹൃത്തിനെ തേടിയുള്ള അന്വേഷണവും വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. എറണാകുളം ഭാഗത്ത് ഉൾപ്പെടെ പോലീസ് സംഘം എത്തി ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. അപർണ. അഭിലാഷ് വിവരങ്ങൾ നൽകി.